ഒന്നും എത്തിയിട്ടില്ല, കാരണം ഓരോരുത്തരും ഓരോ തിരക്കിലൊക്കെ പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി സ്റ്റോറി ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനും വിനുവും കൂടെയാണ് ഇരുന്നത്. ഒരു 1.5 ആഴ്ചയോളം ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആദ്യയുടെ അടുത്ത് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ മൊത്തത്തിൽ വർക്ക് ചെയ്ത്. പിന്നെ അത് ത്രൂ ഔട്ട് പടം നമ്മൾ സ്റ്റോറി ബോർഡ് വർക്ക് ചെയ്തിരുന്നു. പിന്നെ മേക്കിംഗ് എന്ന് പറയുന്ന സാധനമാണ് എൻ്റെ തലയിൽ ഏറ്റവും കൂടുതൽ നിന്നിരുന്നത്. കാരണം നമ്മളെ ആസ് എ ഡയറക്ടർ നമ്മളെ കുറച്ചുകൂടെ ആസ് എ മേക്കർ ടെക്നിക്കലി നമ്മൾ സ്ട്രോങ് ആണെന്ന് നമ്മൾ പടം ചെയ്യാൻ ഉള്ള പരിപാടിയിലാണ്. പടത്തിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രൈമറി ഗോൾ എനിക്ക് ആക്ച്വലി പടത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം പടം ഭയങ്കര എൻ്റർടൈനിങ്ങും ഭയങ്കര കളർഫുള്ളും ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ മെയ്ക്ക് ചെയ്തെടുക്കണം എന്നുള്ളതുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആദ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിൻ്റെ ഒരു കളർ പാലറ്റ് വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്ത കളർ പാലറ്റിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് നമുക്കിത് എത്തിക്കാൻ പറ്റിയത് നമ്മുടെ ആശകാരാണ്. പിന്നെ നമ്മൾ ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ജെഫിനും അനിയുണ്ട്, അവരിവിടെ ഇല്ല ആക്ച്വലി ഇന്ന്. പിന്നെ ഈ മൊത്തം പരിപാടി കോർഡിനേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത ഒരാളും കൂടി ഉണ്ട്. പുള്ളി ജിഷ്ണു എന്നാണ് പേര്. പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു. പുള്ളി ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഈ എൻറ്റയർ ക്രൂ ഇപ്പം നമ്മൾ ഇപ്പം ബിനിച്ചേട്ടൻ്റെ അവസാനത്തെ ക്ലൈമാക്സിലുള്ള പരിപാടി, ഇപ്പോൾ ബിനിച്ചേട്ടൻ്റെ അവസാനത്തെ ഒരു റിയാക്ഷനിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചത് ഞാൻ കേട്ടായിരുന്നു. അവസാനത്തെ ഒരു ഫാട്ടിൻ്റെ സൗണ്ട് വന്നപ്പോൾ ബിനിച്ചേട്ടൻ്റെ റിയാക്ഷനിലായിരിക്കും നിങ്ങൾക്ക് അത് കണക്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ബിനിച്ചേട്ടൻ ഇനീഷ്യലി വന്ന സമയത്ത് ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റോൾ പോലെയാണ് പുള്ളി അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിയെ പറഞ്ഞ് നമ്മുടെ ഈ പരിപാടിയിൽ ഇങ്ങനെയല്ല വേറെ രീതിയിലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ മോഡിലോട്ട് എത്തിച്ചത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം വർക്കായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു മോശം പടമല്ല ഞാൻ തന്നെന്ന് വിശ്വസിക്കുന്നു. എവിനും കെവിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഷെഡ്യൂളിൽ നിങ്ങളിപ്പോൾ വരാൻ പറ്റിയത് നിങ്ങളുടെ ഇവരുടെ ഷെഡ്യൂളിൽ ഇവർ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്, കാണുന്ന പോലെ അല്ല. അപ്പോൾ അവർക്ക് ഇവിടെ എത്താൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നുള്ള വിനീത് ചേട്ടനും ആളും എന്താ പറയുക, ഒന്നും കൂടി വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പടത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചാൽ കൊള്ളാം. പടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും വണ്ടർഫുൾ ആക്ടേഴ്സാണ്. പിന്നെ ഞാൻ എന്താ പറയുക, പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അതെ, എല്ലാവരും ആകെ ഒരു ഡള്ളായിട്ടിരിക്കണ പോലെ തോന്നുന്നു അല്ല? ഓക്കെ. എനിവേസ്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്റ്റ് ഗംഭീരമാവട്ടെ. ഇതിനേക്കാളും 10 ഇരട്ടി അല്ല 100 അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, നിങ്ങളെല്ലാവരും ഓക്കെ. നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. റൈറ്റ്, ഓക്കെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റാർട്ട് ടു എൻഡ് ഒട്ടും ബോറടിക്കാതെ ലാഗില്ലാതെ നന്നായിട്ട് തന്നെ പോയി. ഡയറക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻറ്റ് ജോണറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ദ ബെസ്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് പറയേണ്ട വേറൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ കളർ പാലറ്റൊക്കെ നമ്മൾ എത്രത്തോളം പ്ലാൻ ചെയ്ത് എന്തൊക്കെ സാധനം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതിന് പരിപാടി ഓൺ ചെയ്യുന്നത് എബിൻ ഫിലിപ്പാണ്. എബിനാണ് നമ്മുടെ കളറിസ്റ്റ്. അപ്പോൾ കളറിസ്റ്റാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പരിപാടിയിലേക്ക് എത്തിച്ചത്. നമ്മുടെ പരിപാടി ഇതാണ്, നമുക്ക് റിസൾട്ട് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് കൺസീവ് ചെയ്ത് പുള്ളിയുടേതായിട്ടുള്ള ഇൻപുട്ട് ഇട്ട് പുള്ളിയാണ് അത് എലിവേറ്റ് ചെയ്ത് എത്തിച്ചത്. അപ്പോൾ പുള്ളിയുടെ 2 വാക്ക്. പുള്ളി ആക്ച്വലി ഒരു ട്യൂട്ടറും കൂടിയാണേ. പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫുള്ള് സിനിമ കാണുമല്ലോ, അപ്പോൾ ഫുൾ ഇല്ലാത്ത കളേഴ്സ് ഇല്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് എല്ലാ കളേഴ്സും മാക്സിമം ഇൻപുട്ട് ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ട്. പാലറ്റ് പിടിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് വന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ നല്ല ആ ഒരു പാലറ്റിലൂടെ തന്നെ എത്തിക്കാനും പറ്റി. ത്രൂ ഔട്ട് നമുക്കൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ഫിലിം ലുക്കാണ് നമ്മൾ അതിനകത്തോട്ട് ഇൻപുട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു രസമുണ്ട്. മേ ബി നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുമ്പോൾ ഈ കളേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ് കുറച്ചുകൂടെ കിട്ടും. ഇവിടുത്തെ കളേഴ്സ് വെച്ച് ജഡ്ജ് ചെയ്യേണ്ട. സോ that's it. Thank you. അതുകൊണ്ട് കുറച്ചധികം തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് സംസാരിക്കാനായിട്ട്. ഹലോ, നമ്മളിത് കൃഷ്ണയുടെ ഫസ്റ്റ് വന്ന് നമ്മൾ ഫിലിം കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞതിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. വർക്ക് ആൻഡ് സ്പേസ് എന്നുള്ള കൂടുതൽ നമ്മളൊരു കാർട്ടൂൺസ് കാണില്ലേ, അതുപോലത്തെ ഒരു ലൈക്ക് ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു സ്പേസ്. അതായത് ഒരു ഈച്ച് ആൻഡ് എവറി ഡയലോഗിന് നമുക്ക് ലൈക്ക് എഫക്ട്സുകളെന്നല്ല,
മ്യൂസിക് പോലെ തന്നെ സൗണ്ടിന് സ്പേസ് ഉണ്ടായിരുന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു അത്. പിന്നെ നിങ്ങൾ എന്താ പറയുക, നമുക്കത് യൂഷ്വലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ സൈലൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നൊരു പേസിലാണ് സാധാരണ നമ്മൾ ചെയ്യുക. പക്ഷെ ഇതിൽ ലൈക്ക് എൻഡ് ടു എൻഡ്, തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് അത് ലൈക്ക് സ്റ്റോപ്പില്ല. അപ്പോൾ മിക്സിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്താ പറയുക, സൗണ്ടുകളുടെ ഒരു ബഹളമല്ല, പക്ഷെ അതിൻ്റെ ആ ഒരു സ്പേസ് ഇതിൽ കൊണ്ടുവരാൻ നമുക്കൊരു ലൈക്ക് ഫുള്ളി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു സംഭവം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മ്യൂസിക് ആരോമലിൻ്റെ മ്യൂസിക് സ്കോറ്, അതെ സ്കോർ ആരോമൽ ഞാൻ കുറച്ചധികം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവസാന നിമിഷം വരെ കരഞ്ഞു പോയി ആരോമലിന്ന് രണ്ടു. ഇതൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. എന്താ പറയുക, നമ്മൾ തുടങ്ങിയത് ഏകദേശം ഒരു 3 വർഷം മുമ്പാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ കാണുമ്പോൾ മേ ബി ഔട്ട്പുട്ട് ചിലപ്പോൾ അത്രയും തോന്നില്ലെങ്കിലും നമ്മളതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ചേട്ടനാണെങ്കിലും അത്ര ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വേറെ പോലെയായിരുന്നു യുദ്ധം. പുള്ളി കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. എന്തായാലും എവിനും കെവിനും പടം ഇപ്പോഴാണ് ഫുള്ള് കാണുന്നത്, അപ്പോൾ അവരൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് പറയാനാ, ഇതുപോലൊക്കെ ആയിരിക്കുന്നു പ്രതീക്ഷ. നല്ലൊരു ഫൺ എൻ്റർടൈനിങ് ഒരു പടമായിരിക്കുന്നു തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ ഒരു ഔട്ട് കിട്ടി, സന്തോഷം. എന്താ പറയുക, പഴയ എന്നെ കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു, ഇവനെ കണ്ടിട്ട്. അപ്പോൾ എനിക്കിത്ര പറയുള്ളൂ, ബാക്കി ഇവൻ പറയും. എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ള. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു, നമ്മൾ കണ്ടോണ്ടങ്ങ് ഇരിക്കും. നല്ല രസമായിരുന്നു, മേക്കിങ്ങും കാര്യമെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ അടിപൊളി, സന്തോഷം. താങ്ക് യു. ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് കൃഷ്ണേട്ടനും ഞാനും എഴുതാൻ പോയത് കൃഷ്ണേട്ടൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ്, കോയമ്പത്തൂർ. യൂഷ്വലി ഒരു സ്ക്രിപ്റ്റ് എഴുതാനിരിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ കൃഷ്ണേട്ടൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് അതൊക്കെ പൊളിച്ചോ, ഒന്നും വേണ്ട, ഒരു നോൺ ലീനിയർ സംഭവം, ലോജിക്കൊന്നും ചിന്തിക്കേണ്ട, ഫണ്ണായിരിക്കണം, എല്ലാവർക്കും എൻ്റർടൈൻഡ് ആയിട്ടിരിക്കണം, ഒരു നല്ലൊരു ഫൺ പാറ്റേണിൽ കൊണ്ടുപോകാൻ പറ്റിയ സംഭവം ചിന്തിച്ചാൽ മതി, അത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും അത് എഴുതാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങളുടെ കൊളാബറേഷൻ. പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അപ്പം എല്ലാം കൊണ്ടും ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ലപോലെ വന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആസ് എ റൈറ്റർ. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാനും റോഷനും ഞങ്ങൾ ഒരുമിച്ചൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേർക്ക് അറിയായിരിക്കും, ഹയ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിമിട്ടായിരുന്നു. അപ്പോൾ എനിക്കതിലേക്ക് റോഷനെയും കൊണ്ടുവരാൻ പറ്റി, എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കൃഷ്ണേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് റോഷനെ കൊണ്ടുവരാൻ പറ്റി, റോഷൻ വളരെ ബെസ്റ്റായിട്ട് അത് ചെയ്തു. അപ്പോൾ ഓൾ ടുഗദർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു വർക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആസ് എ റൈറ്റർ ആസ് വെൽ ആസ് എൻ ആക്ടർ ഞാൻ വളരെ ഹാപ്പിയാണ്. ബാക്കി റോഷൻ പറയും. ചേട്ടൻ എന്തെങ്കിലും ഒന്ന് പറ. ഇതിനകത്ത് ഏറ്റവും വലിയ ഭാഗ്യവും ഞാനാണ്. ഇത്ര വയസ്സുള്ള ആള് ഈ പിള്ളേരുടെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനാണ് എല്ലാവരും ചേട്ടാ ചേട്ടാന്ന് വിളിച്ചുള്ളൂ. ഇതിനകത്ത് ഏറ്റവും പ്രായമുള്ള ഞാനാണ്. എന്നെ എല്ലാവരും കൂടി ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്താ പറയുന്നത് എനിക്കറിയില്ല. കൃഷ്ണേട്ടാ ആദ്യം സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഇവർ രണ്ടുപേരാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയതും. എനിക്ക് വലിയ എക്സ്പീരിയൻസ് അഭിരാമി ചെയ്യുന്നത് എൻ്റെ ഈ ഫേസ് ആയിട്ടൊരു ബന്ധമില്ല, കാരണം ഞാൻ 7th പഠിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 11th അപ്പോൾ അയ്യോ എന്താ പറയണ്ട, അടിപൊളിയായിരുന്നു ഇവരെല്ലാവരുമായിട്ട് വർക്ക് ചെയ്യാൻ. ഞാൻ ആദ്യം ചെന്നപ്പോൾ ഭയങ്കര ടെൻസ്ഡായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡയലോഗൊക്കെ പറഞ്ഞ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം ആദ്യം ചെന്നപ്പോഴത്തേനും ഭയങ്കര അയ്യോ എന്താണ്, പിന്നെ പറഞ്ഞു തന്നു, ചെയ്തു. അത്രേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു. ഇതിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഏറ്റവും വലിയൊരു എലമെൻ്റാണ് ഇപ്പം ഇതിൻ്റെ 3ാമത്തെ റോൾ ആദ്യത്തെ സീറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഫിലിം മേക്കിംഗ് പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നത്. അതേ സ്ക്രീനിൽ തന്നെ എനിക്ക് ഇത് സ്ക്രീൻ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ. അപ്പോൾ ഞാൻ ആക്ച്വലി അവിടെ വന്നിരുന്ന ദിവസം എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ അവിടെ വന്ന് ഇരിക്കാൻ തന്നെ ഒരുപാട് വർഷം എടുത്തു.
അപ്പോൾ ശ്യാം സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ശ്യാം സാർ ഇങ്ങനെ എനിക്ക് ഒരു സ്ക്രീനിങ്ങിനുള്ളൊരു ഇത് തന്നത്. പടം ചെയ്യണമെന്നുണ്ട്, പടം ചെയ്യാനുള്ള പരിപാടികളുണ്ട്, അതിൻ്റെ എഴുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ശ്യാം സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ശ്യാം സാർ ഗുഡ് ഈവനിങ്. കൃഷ്ണനെ കുറിച്ച് പറയാനുള്ളത്, കൃഷ്ണൻ കഴിഞ്ഞ 3-4 വർഷത്തോളമായിട്ട് ഈ സിനിമയുടെ പ്രൊജക്റ്റിൻ്റെ പുറകെ ഓടുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് തോന്നുന്നു കുറച്ച് ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ഇത് ഔട്ടായി എന്നിവിടെ പ്രിവ്യൂ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഒരു 3 വർഷം മുമ്പ് ഈ പ്രൊജക്റ്റ് കാണുമ്പോൾ, ഇതിൻ്റെ ഔട്ട് അന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്, അന്നും ഇന്നും തമ്മിലുള്ള ഒരു ഡിഫറൻസ് തോന്നുന്നത് 3 വർഷം മുന്നേ കണ്ടപ്പോൾ ഉണ്ടായ അതേ എക്സൈറ്റ്മെൻറ്റും അതേ ഫ്രഷ്നെസ് ഇന്നും ആ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാര്യം 3 വർഷം മുന്നേ ഇറങ്ങിയിരുന്നെങ്കിലും കിട്ടാവുന്ന അതേ അപ്രിസിയേഷൻ ഇന്നും ഈ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ആ മേക്കിങ്ങിൻ്റെയും ആ വിഷൻ്റെയും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ മെയിൻ തിങ്, കൃഷ്ണൻ എപ്പോഴും പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ സ്റ്റുഡൻസിൻ്റെ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒന്നും അറിയില്ലാത്ത കുറേ സ്റ്റുഡൻസ് വന്നിട്ടൊരു പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അപാകതകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ കൃഷ്ണൻ എപ്പോഴും അത്തരം പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ പോലും അതിനകത്തൊരു സിനിമാറ്റിക് എലമെൻറ്റ് കൊണ്ടുവന്ന് ആ പ്രോജക്റ്റിനെ എങ്ങനെ ബിഗ് ആക്കാം, എങ്ങനെ ലിഫ്റ്റ് ചെയ്യാം, ഇത്തരത്തിലാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത്. അത് നമുക്കിവിടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് കണ്ടിന്യൂറ്റി, സെക്കൻഡ് കണ്ടിന്യൂറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ എക്സസൈസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ എല്ലാ പ്രോജക്റ്റുകളും വളരെ വലിയ രീതിയിൽ സ്വപ്നം കണ്ട് വലിയ രീതിയിൽ ഷൂട്ട് ചെയ്ത് വലിയ രീതിയിൽ എത്തിക്കാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് അവരുടെ ഫൈനൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു വർക്ക് കൂടിയാണ്. സെക്കൻഡ് കണ്ടിന്യൂറ്റി എനിക്ക് തോന്നുന്നു ഇതേപോലെ വളരെ മികച്ച മറ്റൊരു വർക്ക് കൂടിയുണ്ട്. അപ്പോൾ കൃഷ്ണയുടെ പറഞ്ഞതുപോലെ സിനിമ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്. കാര്യം ആ രീതിയിൽ സ്വപ്നം കാണുന്ന, ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പവറുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ വർക്ക് തന്നെ ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ ഇത് മിക്സിങ്ങും ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും 10 വട്ടം ഇവിടെ വരുന്നു, സ്ക്രീനിൽ ചെക്ക് ചെയ്യുന്നു, സൗണ്ട് ചെക്ക് ചെയ്യുന്നു, അങ്ങനെ ഓടി നടന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ പുറകെ മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ എഫേർട്ട് ഇട്ട് ഓടി നടക്കുന്ന ഒരാളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ടാലൻ്റുള്ള ഒരാളെ സംബന്ധിച്ച്, എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ച് ബിഗ് സ്ക്രീനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല, പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ കേസിൽ. സോ ഡെഫിനറ്റ്ലി എത്രയും പെട്ടെന്ന് ബിഗ് സ്ക്രീനിലേക്ക് ഈ പേര് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. റീസെൻ്റ്ലി കുറേ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെ വിഫ്റ്റിന് ഉണ്ടായിട്ടുണ്ട്. ആ ശ്രേണിയിലേക്ക് മറ്റൊരാൾ കൂടി എത്രയും പെട്ടെന്ന് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ അടിപൊളിയാവട്ടെ. അപ്പോൾ എല്ലാവരും കണ്ടതിലും വന്ന് ഇവിടെ സമയം ചെലവഴിച്ച് ഈ ഒരു സാധനം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക്സ് എ ലോട്ട് എവ്രി വൺ.